ഇന്ന് പറയുന്ന കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന വെയിറ്റിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നിങ്ങളുടെ സ്കിന്ന് ക്ലീൻ ആക്കാൻ പറ്റും. മുഖക്കുരു പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സ്കിന്ന് ക്ലീൻ ആവും. ഒരു ഡേ ഫുൾ എനർജി കിട്ടും. ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ എപ്പോഴും എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് കാം ആവും, മനസ്സ് ശാന്തമാകും. ആ ഒരു കാര്യം എന്താണെന്നറിയോ? അതിനെയാണ് ബോഡി ഡീറ്റോക്സ് എന്ന് പറയുന്നത്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീട് ക്ലീൻ ആക്കുന്നത് ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യും? മിനിമം ഒരു തവണയെങ്കിലും ചെയ്യൂലേ? ഇനി ഒന്ന് ആലോചിച്ചേ, നിങ്ങളുടെ കിച്ചണ് നിങ്ങൾ എത്ര പ്രാവശ്യം ക്ലീൻ ആക്കും? മിനിമം 2-3 തവണ ക്ലീൻ ആക്കൂലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി അത് ഏതായിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, അത് എത്ര പ്രാവശ്യം ക്ലീൻ ആക്കി വൃത്തിയാക്കി വെക്കും? മിനിമം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കൂ അല്ലെ? ഇനിയാണ് മറ്റൊരു ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ ശരീരം ക്ലീൻ ആക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ശരീരം ഉള്ളിൽ നിന്ന് ക്ലീൻ ആക്കുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെയാണ് ബോഡി ഡീടോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം നമ്മുടെ കൂടെയുള്ള ഒരാളാ അല്ലെ? എന്നിട്ട് നമ്മൾ അതിനെ ക്ലീൻ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അത് ക്ലീൻ ആണോ എന്ന് അന്വേഷിക്കുന്നില്ല. അതൊക്കെ ഒരു വലിയൊരു തെറ്റല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ബോഡി ഡീടോക്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാവരും പറയുന്നുണ്ടാവൂലേ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ. പക്ഷെ എങ്ങനെ നമ്മുടെ ശരീരം ഉള്ളിൽ നിന്ന് ക്ലീൻ ആക്കി വെക്കണം, അതായത് എങ്ങനെ ബോഡി ഡീടോക്സ് ചെയ്യണമെന്ന് ആരും ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് അല്ലെ? നമ്മുടെ വായു മലിനീകരണം ഉണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് ഒരുപാട് ടോക്സിനുകള് അതുപോലെ വിഷാംശങ്ങളൊക്കെ നമ്മൾ ശ്വസിക്കുന്നതുണ്ട്. വിഷാംശം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും വിചാരിക്കേണ്ട. വിഷാംശം എന്ന് പറഞ്ഞാല്, ടോക്സിൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാത്തൊരു കാര്യമേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഈ വായു ഒക്കെ ഭയങ്കര മലിനമാണ്. അന്തരീക്ഷ മലിനീകരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ അന്തരീക്ഷ മലിനീകരണം മൂലം പോലും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഈ ടോക്സിനുകൾ ഉണ്ട്. അടുത്തത് നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ഒരുപാട് ജങ്ക് ഫുഡുകള്, പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിലുള്ള കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങള്, ടോക്സിനുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഓവർ ഈറ്റിംഗ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിനുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മൾ നല്ല വെജിറ്റബിൾസും നല്ല ഭക്ഷണം, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. എന്നാൽ പോലും അതിൽ ഒരുപാട് ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നത് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, പെസ്റ്റിസൈഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുറെ ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ ജങ്ക് ഫുഡുകൾ വഴി, അന്തരീക്ഷ മലിനീകരണം വഴി, ഓവർ ഈറ്റിംഗ് വഴി, ഈ പെസ്റ്റിസൈഡുകൾ വഴിയൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ, ടോക്സിൻസുകൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് അല്ലെ? അപ്പോൾ ഈ ടോക്സിനുകൾ നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നമ്മൾ പുറന്തള്ളാന്നെന്നും കൂടി നമ്മൾ അറിയണം. ഈ ടോക്സിനുകൾ പുറന്തള്ളാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ടോക്സിനുകൾ ഉണ്ടെന്ന്. ചിലർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒരു ശരീരത്തിൽ എന്തൊക്കെയോ ഉണ്ട്, ഒരു ശരീരത്തിന് ഒരു സുഖമില്ല, എപ്പോഴും കിടക്കണമെന്ന് ക്ഷീണം തോന്നുന്നുണ്ട്, എന്തോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ട്, അതങ്ങ് മാറിയാൽ റെഡിയാവും. എൻ്റെ സ്കിൻ എപ്പോഴും ഡള്ളായിരിക്കുന്നു, ഒരുപാട് മുഖക്കുരുകൾ വരുന്നു, കാണാനൊന്നും ഒരു ക്ലീൻ ആവുന്നില്ല, എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ ടോക്സിനുകൾ ഉണ്ട്, അതൊന്ന് പുറന്തള്ളണം, എന്നാൽ ഇതൊക്കെ ശരിയാവും. ഇങ്ങനെ കുറെ ആൾക്കാർ, നമ്മുടെ പേഷ്യൻസ് തന്നെ നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം എന്താന്ന് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പൊ ഇത് ആയുർവേദത്തിൽ ഇതിനെ ആമം എന്നുള്ള ഒരു അവസ്ഥയായിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ശരിക്ക് ദഹിക്കുന്നില്ലെങ്കിൽ അത് ടോക്സിനുകളായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അത് കുറേ കാലം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിഞ്ഞുകൂടുമ്പോൾ അതൊരു ടോക്സിൻ എഫക്റ്റ് ഉണ്ടാക്കും. അതൊരു വിഷാംശം പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ആമം എന്ന് പറയുന്നത്. അതിനെയാണ് മോഡേണിൽ ടോക്സിൻസ് എന്നും അതുപോലെ അതിന് സൊല്യൂഷൻ ആയിട്ടാണ് ബോഡി ഡീടോക്സ് എന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ മോഡേണിലും പറഞ്ഞു തുടങ്ങുന്നത്.
ഒരുപാട് കാലം മുന്നേ തന്നെ ആയുർവേദത്തിലെ ആമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആമമാണ് പല അസുഖങ്ങൾക്കും കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഈ ആമ എന്നുള്ളത് നമ്മൾ ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങൾ വെച്ചിട്ടാട്ടോ കണ്ടെത്തുന്നത്. പലരും കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യും, അതൊക്കെ നോർമൽ ആയിരിക്കും. എന്നാലും അവർക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടാവും, അവിടെ ശരീരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ ഒന്നും അല്ല നമ്മൾ ഈ ടോക്സിനുകൾ മനസ്സിലാക്കുന്നത്, കുറച്ച് ലക്ഷണങ്ങളിലൂടെയാണ്. നമുക്ക് ഓരോ ലക്ഷണങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ക്ലീൻ അല്ല എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും സിമ്പിൾ അല്ലേ, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേന്ന്. പക്ഷെ അത് ലക്ഷണങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് തന്നെയായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മലബന്ധമാണ്. കൃത്യമായിട്ട് മലശോധന ഉണ്ടാവില്ല. ചിലർക്കെങ്കിലും അത് അനുഭവം ഉണ്ടാവും. എല്ലാ ദിവസവും വയറ്റിന്ന് പോയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, എന്തോ ശരീരത്തിനൊരു സുഖമില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. അപ്പോൾ അതൊരു നമ്മുടെ ശരീരം ഉള്ളിൽ ക്ലീൻ അല്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. അടുത്തത് മടി, ലേസിനെസ്. നമുക്ക് രാവിലെ എണീറ്റാലും പിന്നെയും ഒന്നും കൂടി കിടക്കണം എന്ന് തോന്നുക. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു കാര്യം എടുക്കാൻ പോവാൻ നമുക്ക് മടി തോന്നാം. ഇരുന്ന് ഒരു പുതിയ കാര്യം ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള മടി തോന്നാം. ഇങ്ങനെ ഈ മടി തോന്നുന്നത് നമ്മുടെ ശരീരം ക്ലീൻ അല്ലാന്നും അതിനുള്ളിൽ ടോക്സിൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ടോക്സിൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അർത്ഥത്തിലാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഒരു ഗ്യാസ് നിറഞ്ഞ ഒരു അവസ്ഥ. വയറിനൊന്നും ഒരു സുഖമില്ല, ഗ്യാസ് നിറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ വീർത്ത പോലെ ഇരിക്കുന്നു, ഒരു അസ്വസ്ഥത തോന്നുന്നു. ഭക്ഷണം കഴിച്ചിട്ടായാലും വൈകുന്നേരമൊക്കെ ആവുമ്പോഴേക്ക് ഈ അസ്വസ്ഥത തോന്നുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ ബോഡിയിൽ ക്ലീൻ അല്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പൊ ലക്ഷണങ്ങളൊക്കെ കേട്ടപ്പോ ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ, ഇത് തന്നെയാണ് എന്റെ പ്രശ്നം എന്ന്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് ക്ലീൻ ആക്കാൻ, ഉള്ളിന്ന് ക്ലീൻ ആക്കാൻ ഏറ്റവും നല്ല മരുന്ന് എന്താ, ഏത് മെഡിക്കൽ ഷോപ്പിലാണ് ഇത് കിട്ടുക, എന്തോ ഒറ്റമൂലിയാ ഉള്ളത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എപ്പോഴും അങ്ങനത്തെ ഒരു ഫാസ്റ്റ് റെമഡി അല്ല നമ്മൾ നോക്കേണ്ടത്. ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരം എന്നുള്ളത് ഒരു മെഷീൻ പോലെയാണ്. നമ്മൾ അതിലേക്ക് ഓരോ നേരവും ഭക്ഷണം ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ നമ്മളൊരു പുട്ടും കടലയും കൊടുത്തു, ഒരു 11 മണിയായപ്പോൾ ആ പുട്ടും കടലയുടെ ബാക്കി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൊടുത്തു, ഉച്ചയ്ക്ക് കൊടുത്തു, പിന്നെ സ്നാക്കായിട്ട് വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴേക്കും ഒരു ചായയും ഒരു ബിസ്ക്കറ്റ്, ഒരു സ്നാക്ക്, ഒരു സമൂസ, അങ്ങനെ. രാത്രി ആയപ്പോൾ, രാത്രി എന്ന് പറയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കുറച്ച് മന്തിയും കൂടി കഴിച്ചു. എന്താ നമ്മുടെ ശരീരത്തിന്റെ ആ മെഷീന്റെ അവസ്ഥ? അതിന് ക്ലീനിങ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതിനെപ്പോഴും പണി എന്താ, നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാന്നുള്ളത് മാത്രമാണ് ആ മെഷീന്റെ പണി. വേറൊരു കാര്യം പറയാം, നമ്മുടെ കിച്ചണിലേക്ക് ആലോചിക്കാം. നമ്മൾ അടുക്കള അതെപ്പോഴാ ക്ലീൻ ആവുന്നേ? നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ കിച്ചൺ ക്ലീൻ ആക്കാൻ നോക്കുന്നത്? കാരണം അപ്പോഴേ അത് ക്ലീൻ ആവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയും. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് ഒന്ന് നിർത്തി വെച്ചാല് ആ ദഹനമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരം ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ട്, അതെ ഞാൻ ക്ഷീണിക്കുന്നുണ്ട്, കുറച്ച് സമയം എനിക്ക് റെസ്റ്റ് തരണം കേട്ടോ, എന്റെ ശരീരത്തിൽ കുറെ ടോക്സിനുകൾ ഉണ്ട്, ഉള്ളിലൊന്നും ക്ലീൻ അല്ല, ഇനി ക്ലീൻ ആക്കാൻ കുറച്ച് സമയം തരുമെന്ന് ഇങ്ങനെ ശരീരം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ പിന്നെയും പിന്നെയും ഒരു 3-4 മണിക്കൂറൊക്കെ ഇടവിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ഇനി അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ബോഡി ക്ലീൻ അല്ല, നമ്മുടെ ശരീരത്തിന് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും നമുക്കുള്ളൊരു സംശയം എന്താ, ഈ ശരീരത്തിന് ഈ ടോക്സിനൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ശക്തി ഉണ്ടോ? അങ്ങനെ ചിലർക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു എല്ല് പൊട്ടി, ഇപ്പോ നമ്മൾ ഒന്ന് വീണു, നമ്മുടെ ഒരു എല്ല് പൊട്ടി. ഡോക്ടറെ അടുത്ത് ചെന്ന എന്താ പറയാ, കയ്യെ ഒന്ന് പ്ലാസ്റ്റർ ഇടണം, ഒട്ടും അനക്കരുത് എന്ന് പറയും. എന്നിട്ട് ഒരു പ്ലാസ്റ്റർ അങ്ങിട്ട് തരും. ഒരു 3 ആഴ്ച നമ്മൾ ഇത് പ്ലാസ്റ്ററിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക ചെയ്യുന്നത്. 3 ആഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടി എക്സ്റേ എടുക്കും, കുഴപ്പമില്ല കേട്ടോ, എല്ലൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്ക് ആ പ്ലാസ്റ്റർ ഇടുക എന്നുള്ളതല്ലേ അവിടെ ചെയ്തിട്ടുള്ളൂ. ഉള്ളിലേക്ക് മരുന്ന് എന്തെങ്കിലും കുത്തി കയറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ആ ബോഡി ആ റെസ്റ്റ് കൊടുത്തപ്പോ ആ ബോഡി സ്വയം അതിനെ ക്ലീൻ ആക്കിയതാണ്. ക്ലീൻ ആക്കുകയാണെന്ന് വെച്ചാൽ ഹീലാക്കിയതാണ്. ആ എല്ലിനെ അത് പഴയ പോലെ ആക്കി. വേറൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു മുറിവായി,
അതിന് നമ്മൾ മരുന്ന് വെച്ചതുപോലുമില്ല, മരുന്നുള്ളിലേക്ക് കഴിച്ചിട്ടുമില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഹീലായി തുടങ്ങും അല്ലെ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു മുറിവ് ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നില്ല. എന്താ പറ്റിയത്? നമ്മുടെ ശരീരം തന്നെ അതിനെ ഹീൽ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ എല്ല് പൊട്ടിയാൽ കൂടുന്നുണ്ട്, മുറിവ് പറ്റിയാൽ ഉണങ്ങുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഉള്ളിലുള്ള ടോക്സിനുകള് ഇല്ലാതാക്കാനുള്ള, ക്ലീൻ ആക്കാനുള്ള, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഹീലാക്കാനുള്ള ഒരു പവർ ഉണ്ട്. ആ പവറിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിക്ക് എപ്പോഴും അതിനുള്ള ഒരു സമയം കൊടുക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞ ബോഡി ഡീടോക്സ് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്നറിയോ? ഫാസ്റ്റിംഗ് ആണ്. അതായത് ഈ ശരീരത്തിനെ ദഹിപ്പിക്കാനും അതുപോലെ അതൊന്ന് ക്ലീൻ ചെയ്യാനും ഹീൽ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ചെയ്യാൻ പറ്റില്ല. പല അസുഖങ്ങളുള്ളവർക്ക് പലർക്കും അതിന് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ എന്താ അത്? ഏർലി ഡിന്നർ. നേരത്തെ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക. ഒരു 7 മണി 8 മണിയുടെ ഉള്ളില് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം, രാത്രിയിലെ ഭക്ഷണം. അതിനുശേഷം വേറെ ഒന്നും കഴിക്കരുത്. അങ്ങനെ ഒരു 7 മണിക്ക് ഒരാൾ രാത്രി ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കാം. പിന്നെ ആള് ഒന്നും കഴിക്കുന്നില്ല, രാവിലത്തെ ഭക്ഷണമാണ് 8 മണിക്കൊക്കെ കഴിക്കുന്നത്. അപ്പൊ എത്ര സമയം കിട്ടിയെന്ന് ആലോചിച്ചേ. ശരീരത്തിന് ഒരു 13 മണിക്കൂർ വെറുതെ കിട്ടിയില്ലേ. ആ വെറുതെ കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 മണിക്കൂർ അത് ദഹിപ്പിക്കാൻ എടുക്കും. ആ 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഫുള്ളായിട്ട് ശരീരം ക്ലീൻ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ്. ഈ ക്ലീനിങ് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റിപ്പയറിംഗ് ആണ്. ഈ ശരീരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ റിപ്പയർ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ് ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ ഈ ക്ലീനിങ്ങും റിപ്പയറിങ്ങും നടന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോ വണ്ണം കൂടുന്നുള്ള പ്രശ്നമുള്ളവർക്ക് അത് ഉണ്ടാവില്ല. എപ്പോഴും ക്ഷീണം തോന്നുന്നു എന്ന് പറയുന്നവർക്ക് അത് ഉണ്ടാവില്ല. എന്നെ മുഖത്ത് സ്കിന്നിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവർക്ക് സ്കിന്നൊക്കെ ക്ലീൻ ആവും. കാരണം അവർ എല്ലാ ദിവസവും അവരുടെ ശരീരം ക്ലീൻ ആക്കാനും ഹീലാക്കാനും ശരീരത്തിന് സമയം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുന്നുണ്ട്. ഇനി നേരെ തിരിച്ചൊന്ന് ആലോചിച്ചേ. ആ 9 മണിക്ക് ഒരു മന്തി കഴിച്ച ഒരാളുടെ അവസ്ഥ. അതില് അത്യാവശ്യം അരിയും കാര്യങ്ങളും ഒക്കെ അല്ലേ ഉള്ളത്. അപ്പൊ അതുപോലെ അതില് ചിക്കനും കാര്യങ്ങളും ഉണ്ടാവും. ഒരു 5-6 അതിൽ കൂടുതൽ മണിക്കൂർ അത് ദഹിപ്പിക്കാൻ തന്നെ എടുക്കും. ആള് ഭക്ഷണം കഴിച്ചത് ഒരു 9 മണിക്കാണെങ്കിൽ അത് ദഹിപ്പിക്കാൻ ഒരു 5-6 മണിക്കൂർ, പിന്നെ ആകെ ഒരു 2-3 മണിക്കൂർ കിട്ടുമ്പോഴേക്കും പകലായി, രാവിലെ ആയില്ലേ. ആ ഉറക്കും കൂടി ഉണ്ടെങ്കിൽ ദഹനം പിന്നെ സ്ലോ ആവുക ചെയ്യാം. അപ്പോൾ അത്രയും നേരം വൈകി ഒരു ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച ഒരാൾക്ക് ഒരിക്കലും അവരുടെ ശരീരത്തിന് ഒരു ക്ലീനിങ്ങിനോ ഹീലിങ്ങിനോ സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നമ്മുടെ ഉള്ളിൽ ക്ലീൻ ആണോ എന്ന് മനസ്സിലാക്കാന്ന് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു, അതിനുള്ള ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്പും പറഞ്ഞു തന്നു. ചിലപ്പോൾ ബോഡി ഡീടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്യൂസസ് ഒക്കെ കാണുന്നവരുണ്ടാവും, ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പൊ അതിനേക്കാളൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇനി അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ക്ലീൻ ആക്കുക അല്ലെ. എങ്ങനെയാ അത് ക്ലീൻ ആക്കുക? വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലല്ലോ, ക്ലോത്ത് ഒക്കെ മാറ്റിയിട്ട് വെറുതെ അതിന് കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കാനുള്ള സമയം കൊടുക്കുകയല്ലേ ചെയ്യാം. അപ്പോഴല്ലേ ആ വാഷിംഗ് മെഷീൻ പോലും ക്ലീൻ ആവുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നതും. അപ്പൊ നമുക്കത് ഈ ഒരു ഏർലി ഡിന്നർ എന്നുള്ള ഒറ്റ ഒരു സ്വഭാവം കൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് അത് സഹായിക്കും. നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവും, നമുക്കൊരു ഫുൾ എനർജി കിട്ടും. അതുപോലെ നമ്മുടെ മലശോധനയൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി എല്ലാവർക്കും ഉള്ള സംശയം ഇതുകൊണ്ട് മാത്രം മാറുമോ എന്നുള്ളതാണ്. ചിലർ വിചാരിക്കുന്നുണ്ടാവും അല്ലെ, നമ്മളൊരു 20-30 വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ടോക്സിനുകളൊക്കെ ഉണ്ട്. അതിപ്പോ ഒരു 1 വീക്ക് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാം അങ്ങ് ക്ലീൻ ആയി നമ്മൾ പഴയ പോലെ ഒന്നും ആവുമൊന്നുമില്ല. ഇതൊരു ശീലാണ്. ഇത് നമ്മൾ ഒരു 1 മന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ വിശക്കും എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ വിശക്കും എന്ന് പറയുന്നവർ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിന് ഒരു 20 വർഷമായിട്ട് 30 വർഷമായിട്ട് ഒരു 9 മണിക്കും 10 മണിക്കും ഒക്കെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം 7 മണിക്ക് കഴിച്ചാല് ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ആ സമയത്ത് വിശക്കും.
പക്ഷെ ആ ഒരു സമയം നമ്മളിപ്പോ എന്നും 10 മണിക്ക് കഴിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം നമ്മൾ രാവിലെ 7 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 10 മണിയാകുമ്പോൾ ഒരു വിശപ്പ് ഉണ്ടാവും. പക്ഷെ അപ്പോഴൊന്നും കഴിക്കാതിരിക്കുക, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ആ ഒരു വിശപ്പിനെ മറക്കുക. ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ വിശപ്പ് പോയിട്ടുണ്ടാവും. അത് നമ്മളൊരു ശീലാക്കി കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. അപ്പൊ ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞു, വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇതിനെ ടോക്സിൻസ് അഥവാ ആമെന്ന് പറയുന്നുണ്ട്. അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഡിസീസ് കണ്ടീഷൻ ഒക്കെ അനുസരിച്ചിട്ട് ഈ ടോക്സിനുകൾ എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് അങ്ങനെ നിങ്ങൾക്ക് ഒരു ബോഡി ക്ലെൻസിങ് ആവശ്യമാണ്, എനിക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓൺലൈൻ കൺസൾട്ടേഷനും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആയുർഫിറ്റ് എന്നുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണി നമ്മൾ തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ക്ലയൻസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് പലരും ഡൗട്ടായിട്ട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ മാത്രമായിട്ടൊക്കെ ആവശ്യമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ കൺസൾട്ടേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, ആ കാര്യങ്ങളൊക്കെ കമന്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.